ഹായ് അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇത് 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ മാവ് പൂക്കാനും അതുപോലെ പൂത്ത മാവ് നന്നായിട്ട് പൂവ് നന്നായി പിടിക്കാനും അതേപോലെ തന്നെ കായ് പിടിക്കാനും അങ്ങനെ ഓരോരോ സ്റ്റേജിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കലൊന്നുമല്ല, നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല പോലെ ഇപ്രാവശ്യത്തെ മാവ് നന്നായിട്ട് കായ് പിടിക്കാനും അതുപോലെ അത് എന്തിനാണ് നമ്മളത് ചെയ്യുന്നത് എന്ന് പലർക്കും അറിയില്ല അല്ലേ. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ട് ഞാൻ എല്ലാവർക്കും മനസ്സിലാവുന്നത് പോലെ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റും സെക്കൻഡും പാർട്ടൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ. ആദ്യം ആ വളപ്രയോഗം ചെയ്തതിന് ശേഷം മാത്രമാണ് അടുത്തത് ചെയ്യേണ്ടത്. ഇതിന് മുമ്പത്തെ കാണാത്തവരാണ് വെച്ചാൽ ഒന്ന് ചാനലിൽ കയറി നോക്കുക. അപ്പോൾ എല്ലാവരും ആ ഒരു കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ആ സ്പ്രേ ആണെങ്കിലും അടിവളം ചേർക്കുന്നതാണെങ്കിലും കൃത്യമായിട്ട് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല മാങ്ങ നമുക്ക് ഇപ്രാവശ്യം കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ധാരാളം പച്ചിലകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ എന്തെല്ലാം ഗുണങ്ങളാണ്, ഞാനിത് ഫെർട്ടിലൈസർ ടോണിക് സ്പ്രേ ആണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ അത് തികച്ചും നാച്ചുറലായിട്ടുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ചെടികളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ അത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഒട്ടുതൈയായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കെമിക്കലായിട്ടുള്ള വളങ്ങളും സ്പ്രേ ഒക്കെ ചേർക്കുന്നത് ആ മാവിന് തന്നെ നമുക്കത് പിന്നീട് ദോഷം വരുത്താൻ ഒരുപാട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ മാവൊക്കെ സമയത്ത് നമ്മൾ കൂടുതലും ന്യൂട്രിയൻസും അതുപോലെ തന്നെ അതിന് വേണ്ട ടോണിക്കും അതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ അതിന് എന്തെല്ലാം ആവശ്യമുണ്ട് ആ ഒക്കെ എല്ലാം കൂടി കിട്ടുന്ന ഒരു ടോണിക്കാണ് നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ. അപ്പം നമുക്കിത് പൂക്കാണ സമയത്ത് നമ്മൾ സാധാരണ സ്ട്രെസ്സ് കൊടുത്തിട്ടാണ് നമ്മളിത് പൂക്കാർ വെക്കുന്നത്. അതിന് പല രീതിയിലും നമ്മൾ ചെയ്യാറുണ്ട്. മോതിരവളയും ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്, തലപ്പ് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ പൂക്കാത്ത മാവ് വീട്ടിലുണ്ട് വെച്ചാൽ അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇത് 3ാമത്തെ പാർട്ടാണ്. പൂ വന്നതിന് ശേഷം കായ് പിടിച്ചതിന് ശേഷമുള്ള ചെയ്യേണ്ട സ്പ്രേ ആണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. അതേപോലെ തന്നെ അടിവളമായിട്ട് ചേർക്കുന്നത് ഞാൻ 2ാമത്തെ പാർട്ടിൽ ഇട്ടിട്ടുണ്ട്. അതും നമുക്കൊരു 15 ദിവസത്തിന് ശേഷം നമുക്ക് അടിവളം ചേർക്കേണ്ടതാണ്. നമ്മൾ സ്പ്രേ ആണെങ്കിലും വളമാണെങ്കിലും നമ്മൾ 15 ദിവസത്തിന് ശേഷമാണ് നമ്മൾ അടുത്ത വളപ്രയോഗം ചെയ്യേണ്ടത് കേട്ടോ. കാരണം നമ്മൾ മാങ്ങ പൂത്തിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലും കെയർ കൊടുക്കേണ്ട ഒരു ടൈമാണ്. അപ്പോൾ ആ എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കിട്ടുള്ളൂ. ഇതൊരു ഫെർട്ടിലൈസർ ടോണിക് സ്പ്രേ ആണ് കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അത് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എല്ലാം ഞാനിതിൽ ഡീറ്റെയിലായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി കേട്ടോ. നമുക്ക് ഒരുപാട് ദിവസം എടുത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 8-9 മണിക്കൂറോ അല്ലെങ്കിൽ നമ്മൾ വെച്ചതിന് ശേഷം പിറ്റേ ദിവസം ഉപയോഗിക്കുകയാണെങ്കിലും നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമുക്ക് ആര്യവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും വേപ്പിലയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മുരിങ്ങ ഇലയാണ്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പിലയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഇലകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 3 ഇലകൾ എന്തുകൊണ്ടാണ് നമ്മളൊരു ഫെർട്ടിലൈസർ ടോണിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൽ ധാരാളം കാൽസ്യം അതുപോലെ അയൺ, അമിനോ ആസിഡ് അതൊക്കെ തന്നെ ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് പൂക്കൾ നല്ല ശക്തമായിട്ട് വളരാനും അതേപോലെ തന്നെ നല്ലോണം കായ് പിടിക്കാനൊക്കെ നല്ലോണം സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നാച്ചുറലായിട്ടുള്ള ഒരു ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മുരിങ്ങയില കൂടുതലും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ പൂക്കൾക്ക് നല്ല ശക്തിയായിട്ട് കായ് പിടിക്കാനുള്ള ഒരു ടെൻഡൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ ഫ്ലവറിലുള്ള സെൽസിനൊക്കെ നല്ല സ്ട്രെങ്ത്ത് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ ധാരാളം പൊട്ടാസ്യം കാൽസ്യം ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കത് ചെടികൾക്ക് ഒരുപാട് നല്ലതാണ്. പിന്നെ അടുത്തത് നമുക്ക് ആര്യവേപ്പിലയെ കുറിച്ച് പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ കെമിക്കലൊന്നും ആവശ്യമില്ലാതെ നമുക്ക് നാച്ചുറലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ആര്യവേപ്പില ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നാച്ചുറലായിട്ടുള്ള ആൻറ്റി ഫംഗൽ അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാവിൽ വരുന്ന
പല പ്രശ്നങ്ങൾക്കും ഉള്ളൊരു സൊല്യൂഷൻ കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കീടങ്ങളൊക്കെ വരാതിരിക്കാനും അതുപോലെ പൂവിൻ്റെ സ്ട്രെസ്സൊക്കെ നന്നായി കുറയ്ക്കാനും അതുപോലെ കായ് വീണ് പോകുന്നതൊക്കെ കുറയ്ക്കാനും ഏറ്റവും നല്ലതാണ്. അതുപോലെ പൂവൊക്കെ പിടിക്കുന്ന സമയത്ത് ഈ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ വളരെ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ആഡ് ചെയ്യുന്നത്. നമ്മൾ കറിവേപ്പില ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ ധാരാളം അയൺ അതുപോലെ മെഗ്നീഷ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സാധാരണ വരുന്ന പ്രശ്നമാണ് ഇല ഒരു മഞ്ഞ കളറായി മാറുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായി യൂസ് ചെയ്യുന്നത്. കാരണം ഇലകൾ നല്ല ഹെൽത്തി ഇരുന്നാൽ മാത്രമേ പൂക്കൾ നന്നായി ഹെൽത്തി ആയിട്ട് വരാനും അതുപോലെ കായ് പിടിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവുള്ളൂ. അതുപോലെ സ്ട്രെസ്സ് കുറയ്ക്കാനും ചൂടും കാറ്റുള്ള സമയത്തൊക്കെ ഈ കൊഴിയാതെ നല്ലോണം സംരക്ഷിക്കാനും കൂടെ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ അത് മൂന്നും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഒരിക്കലും ഇത് ചൂടാക്കിയിട്ട് നമുക്ക് വളമാക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഞ്ഞിൻ്റെ വെള്ളമാണ്. ഇപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം ഏകദേശം ഞാനൊരു 2 ലിറ്റർ കഞ്ഞിൻ്റെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വെള്ളത്തിൻ്റെ കാര്യം ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് വളം ഉണ്ടാക്കുകയാണെങ്കിലും നമ്മൾ അതിൽ വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. ഇതിൽ ധാരാളം ഇരുമ്പ്, പൊട്ടാസ്യം അതുപോലെ നല്ല ബാക്ടീരിയ വളരാൻ കൂടുതൽ ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മെയിനായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്പ്രേ നമ്മൾ ആ പൂക്കളിൽ പിടിക്കാൻ വേണ്ടി നമ്മൾ ശർക്കര യൂസ് ചെയ്യാറുണ്ട്. അടുത്തതായിട്ട് എടുത്തിരിക്കുന്നത് അരി കഴുകിയ വെള്ളമാണ് കേട്ടോ. ഇപ്പോൾ പലരും കേൾക്കാത്ത ഒന്നായിരിക്കില്ലേ അരി കഴുകി വെള്ളം ചേർക്കുന്നത്. അപ്പോൾ അതിൽ ധാരാളം സിങ്ക് അതുപോലെ ബി കോംപ്ലക്സ് ഒക്കെ ധാരാളം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല കായ് പിടിക്കാൻ ഏറ്റവും നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്. പിന്നെ അടുത്തതായിട്ട് ഒരല്പം പുളിയാണ് ചേർക്കുന്നത് കേട്ടോ. ഏകദേശം ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി, ഒരുപാടാകരുത്. അത് ധാരാളം നമ്മുടെ ഈ ന്യൂട്രിയൻസ് എല്ലാം നല്ലോണം ഒബ്സർവ് ചെയ്യാനും അതുപോലെ ആ പൂക്കളിൽ നന്നായി പറ്റിപ്പിടിച്ചിരിക്കാനും അതുപോലെ ഫംഗൽ ഇൻഫെക്ഷൻ കുറയ്ക്കാനും എല്ലാം നമുക്ക് ഈ പുളി കൊണ്ട് നല്ലൊരു ഗുണം കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി നമുക്ക് ഈ കഞ്ഞിൻ്റെ വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 8-9 മണിക്കൂറാണ് നമുക്കിതിൽ ഇട്ട് കൊടുക്കേണ്ടത്. എല്ലാം വെച്ച് പിറ്റേ ദിവസം ഉപയോഗിച്ചാലും മതി. അടുത്തതായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് തൈരാണ്. ഇപ്പോൾ തൈരിൽ ധാരാളം കാൽസ്യം അതുപോലെ തന്നെ നല്ല ഗുണകരമായ നല്ലൊരു ബാക്ടീരിയ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് വളം ചേർക്കുകയാണെങ്കിൽ അല്പം തൈര് ചേർക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ വളത്തിൻ്റെ നല്ലൊരു ഗുണമേന്മ കിട്ടാൻ നല്ലോണം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് തൈര്. അപ്പോൾ അതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസം നമുക്കൊരു തുണി വെച്ച് അരിച്ചതിന് ശേഷം നമുക്കൊരു ബോട്ടിലാക്കി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ടോണിക് സ്പ്രേ ആണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം ഞാൻ ലൈവായിട്ട് ഞാൻ ഇതിൻ്റെ ഓരോ വളങ്ങളും ചെയ്തിട്ട് എന്തെല്ലാം റിസൾട്ടാണ് എനിക്ക് കിട്ടുന്നത് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാനിത് പാർട്ട് 2 പാർട്ട് 3 ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേപോലെ കായ്കൾ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ കായ് പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ടോണിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് പരാഗണം നടക്കുന്ന സമയത്ത് ആവശ്യമില്ല, ഇതുപോലെ കായൊക്കെ പിടിച്ചതിന് ശേഷമാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ഫെർട്ടിലൈസർ ടോണിക് സ്പ്രേ ഉണ്ടാക്കാൻ നമുക്ക് അധികം കാശ് ചിലവോ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിനും ഫാമിലീസൊക്കെ ഇതുപോലെ മാവുള്ളവർക്കൊക്കെ ഇതുപോലെ നമ്മൾ അയച്ചു കൊടുക്കുകയാണെങ്കിൽ അവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളായിരിക്കും. അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള വളമാണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ എനിക്ക് എങ്ങനെയൊക്കെയാണ് മാങ്ങ പിടിച്ചിരിക്കുന്നത് എല്ലാം ഞാൻ വീഡിയോ ഞാൻ ഇതിലിടാവുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. ഓക്കെ, ബൈ.